السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام الكلة. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, എല്ലാ ദിവസവും ഓരോ വിഷയങ്ങളും ഞാൻ സംസാരിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നുണ്ട്. അത് കേൾക്കാനും പറയാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത് നിങ്ങളോട് പറയാൻ പോകുന്നത് നാം എപ്പോഴും മനഃപ്പാഠമാക്കേണ്ടതും നാം ഏത് വിഷയത്തിന് വേണ്ടി ദുആക്കാൻ വേണ്ടി പറയുമ്പോൾ ദുആക്കുമ്പോൾ ചെല്ലേണ്ടതുമായ, അത് ചെല്ലുമ്പോൾ ദുആക്ക് ഇജാബത്ത് വളരെ പെട്ടെന്ന് കിട്ടാനുള്ള നിമിത്തവുമായ അള്ളാഹുവിൻ്റെ പേരുകളാകുന്ന 99 പേരുകളുണ്ട്. അള്ളാഹുവിൻ്റെ പേരുകൾ 99 നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് നാം ദുആയിരുന്നു കഴിഞ്ഞാൽ അതിന് ഇജാബത്ത് കിട്ടുന്ന ഉറപ്പാണ്. നല്ല ഇഖ്ലാസോടെ ഭയഭക്തിയോടെ ഇരുന്നു കൊണ്ട് ചെല്ലുമ്പോൾ അതെനിക്ക് വലിയ മഹത്വമുണ്ട്. അത് ചെല്ലുമ്പോൾ ഇജാബത്ത് കിട്ടുകയും ചെയ്യും. അള്ളാഹു തആല തന്നെ പറയുന്നുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ ഇസ്മുകളെ കൊണ്ട് നിങ്ങൾ ദുആരിക്കണം. അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ട് സൂറത്തുൽ അറാഫിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉ ബിഹാ വദറുൽ ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി സയുജ്സൗന മാ കാനൂ യഅമലൂൻ. വിശുദ്ധ ഖുർആൻ അള്ളാഹു വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ പേര് വിളിച്ചുകൊണ്ട് ഫദ്ഉബിഹ, നിങ്ങൾ എൻ്റെ ഇസ്മുകളെ കൊണ്ട് നിങ്ങൾ എന്താക്കുക, ദുആരിക്കണം, വിളിക്കണം, ദുആരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദുആരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹുവിൻ്റെ ഇസ്മുകളാകുന്ന ആ ഇസ്മുകളിൽ എല്ലാം പറയാം, അറിയുമെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ എത്രയാണോ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ അത് പറഞ്ഞുകൊണ്ട് ദുആരിക്കണം. ആ ദുആക്ക് വലിയ മഹത്വമുണ്ട്, ഇജാബത്ത് കിട്ടാൻ അത് എളുപ്പമാകും. ആ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നാക്ക് വലിയ മഹത്വമുണ്ട്. ഓരോ ഇസ്മിനിക്കും ഓരോ പേരിനിക്കും വലിയ പതിവുകളുണ്ട്. അത് ഇന്നതിന് വേണ്ടി ചെല്ലാൽ ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വ്യാഖ്യാതാക്കൾ അതിനെ പറ്റി പറയുന്നുണ്ട്. ആകയാൽ 99 പേര് നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞാൽ ആകെ 5 മിനിറ്റ് സമയം വേണ്ടു. 5 മിനിറ്റ് കൊണ്ട് 99 പേരും ചൊല്ലി തീർക്കാനേ കഴിയും. പക്ഷെ നമ്മളത് ചെല്ലൂല. ഇന്ന് കാണാതെ ചെല്ലിട്ട് നോക്കിയിട്ടെങ്കിലും 5 മിനിറ്റേ വേണ്ടു, എന്നാലും ചെല്ലൂല. കാരണം ഏറ്റവും ചെല്ലേണ്ട അള്ളാഹുവിൻ്റെ കലാമല്ല, അള്ളാഹുവിൻ്റെ ഇസ്മുകളല്ലേ. അതുകൊണ്ട് ദുആയിരുന്നാൽ ഇജാബത്ത് കിട്ടുമല്ലോ. നമ്മൾ പലപ്പോഴും പ്രയാസങ്ങളും വിഷമങ്ങളും പറയുന്നുണ്ട്. എന്നാൽ ഓരോരുത്തരും അവരവർ അവിടെ ഇരുന്നു കൊണ്ട് സ്കരിച്ചുകൊണ്ടിരുന്ന് അള്ളാഹുവിലേക്ക് നിങ്ങൾ അള്ളാഹുവിൻ്റെ ഇസ്മുകളെ പറഞ്ഞുകൊണ്ട് ദുആയിരുന്നാൽ ഇജാബത്ത് കിട്ടും. അള്ളാഹു തആല തന്നെ വല്ല ഖുർആനിൽ പറയുവാനില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉ ബിഹാ, അതുകൊണ്ട് വിളിക്കണമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്മാഉൽ ഹുസ്ന വെച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി അള്ളാഹുവിൻ്റെ പേരുകൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ദുആരിക്കുമ്പോൾ ഇജാബത്ത് വളരെ പെട്ടെന്ന് കിട്ടും. അതുകൊണ്ട് ആ അസ്മാഉൽ ഹുസ്ന എന്ത് ചെയ്യണം, നമ്മൾ മനഃപ്പാഠമാക്കാൻ നോക്കണം. മനഃപ്പാഠമാക്കി കഴിഞ്ഞാൽ, കാണാതെ പഠിച്ചാൽ, ഹിഫ്ളാക്കി കഴിഞ്ഞാൽ അവനക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അത് എളുപ്പമാണ്. അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞാൽ അവനെ പ്രവേശിപ്പിക്കും, സ്വർഗത്തിൽ അവനെ പ്രവേശിച്ചു എന്ന് തന്നെ ഹദീസിൽ കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അസ്മാഉൽ ഹുസ്ന ഏതെങ്കിലും ഒരാൾ അത് മനഃപ്പാഠമാക്കിയാൽ സ്വർഗത്തിൽ കടക്കുമെന്ന് അതിന് ഹദീസുകൾ തന്നെ പറയുന്നുണ്ട്. അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന ലില്ലാഹി 99 ഇസ്മൻ, അല്ലാഹുവിന് 99 ഇല്ലാ വാഹിദൻ മൻ അഹ്സാഹാ ദഖൽ ജന്ന. സയ്യിദുൽ ബുഖാരിയിൽ അതിനെ വിശദീകരിച്ച് പറയുന്നത്, സയ്യിദുൽ ബുഖാരിന്റെ ഹദീസിലാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഇന്ന ലില്ലാഹി 99 ഇസ്മൻ മേത്തുനില്ലാ വാഹിദൻ മൻ അഹ്സാഹാ ദഖൽ ജന്ന. ആരെങ്കിലും 99 പേര് മനഃപ്പാഠമാക്കിയാൽ 99 പേര് ഹിഫ്ളാക്കി കഴിഞ്ഞാൽ മൻ അഹ്സാഹാ ദഖൽ ജന്ന, അവനെ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് തന്നെ ബുഖാരിൽ പറയുന്നുണ്ട്. ആകയാൽ അസ്മാഉൽ ഹുസ്ന മനഃപ്പാഠമാക്കാൻ വേണ്ടി ശ്രമിക്കണം. അസ്മാഉൽ ഹുസ്ന മനഃപ്പാഠമാക്കി കഴിഞ്ഞാൽ നിങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്ന് തന്നെ പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ 99 പേരുകൾ, ഇസ്മുകൾ നമ്മളത് കാണാതെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മളൊരു മാസത്തിൽ 10 പേര് പഠിച്ചാൽ അങ്ങനെ ഒരു കൊല്ലം കൊണ്ട് തന്നെ മനഃപ്പാഠമാക്കാൻ നമുക്ക് കഴിയും. അതിനുവേണ്ടി ശ്രമിച്ചാൽ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഒരു പേര് 10 പേരോ 20 പേരോ പഠിക്കാൻ കഴിയും. അങ്ങനെ ഇഫ്ളാക്കി കഴിഞ്ഞാൽ ആ ഇഫ്ളാക്കിയ അസ്മാഉൽ ഹുസ്ന കൊണ്ട് ദുആയിരുന്നാൽ ആ ദുആക്ക് വലിയ ഇജാബത്തുണ്ട്. അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ദുആരിക്കുമ്പോൾ അതിന് ഉത്തരം പെട്ടെന്ന് കിട്ടാൻ
അതിന് സബബായി മാറുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കേൾക്കുന്ന എല്ലാവരോടും അസ്മാഉൽ ഹുസ്ന ഒരു ദിവസം ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും 99 പേര് നമ്മൾ പറയണം. അവിടുത്തെ പേര് പറഞ്ഞുകൊണ്ട് ദുആ എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഏത് ആളുകൾക്കും പ്രയാസങ്ങളുണ്ടാകും, വിഷമങ്ങളുണ്ടാകും, പ്രതിസന്ധികൾ വരും. അപ്പോൾ എന്തൊക്കെ വരുമ്പോഴും നമുക്ക് അസ്മാഉൽ ഹുസ്ന ഓതിയിട്ട് അത് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ദുആ എടുക്കുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ അതുകൊണ്ട് കഴിയും. അതുകൊണ്ട് ഒരുപാട് ആളുകൾ അസ്മാഉൽ ഹുസ്ന പറയുന്നവർ ചെല്ലുന്നവരുണ്ട്. അത് വ്യക്തമായി ഖലാസോടെ ഒറ്റക്കിട്ടുമ്പോൾ തന്നെ ഒറ്റക്ക് ഇരുന്നു കൊണ്ട് ആ 99 പേരും പറഞ്ഞുകൊണ്ട് ദുആ എടുക്കുമ്പോൾ വലിയ ഇജാബത്ത് കിട്ടാൻ അത് സമമാകും. അതുകൊണ്ട് അസ്മാഉൽ ഹുസ്ന ഓതണം. അതുകൊണ്ട് ഓതുന്ന എല്ലാ കൂട്ടമായിട്ടും ഓതാം, അല്ലാണ്ട് ഒറ്റക്കായിരുന്നാലും ഓതും. അങ്ങനെ ഓതിയിട്ട് 99 അസ്മാഉൽ ഹുസ്ന എല്ലാവരും ഒരു ദിവസം ചെല്ലാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ മനഃപ്പാഠമാക്കാൻ കഴിയുമെങ്കിൽ നമ്മളെല്ലാവരും മനഃപ്പാഠമാക്കാൻ വേണ്ടി നോക്കണം. അതുകൊണ്ട് ദുആ എടുക്കുമ്പോൾ ദുആക്ക് വലിയ ഇജാബത്ത് കിട്ടും. അതുകൊണ്ട് അസ്മാഉൽ ഹുസ്നയെ സംബന്ധിച്ച് പറഞ്ഞാൽ എത്രയോ പറയാനുണ്ട്. അതിൻ്റെ ഒരു സാമ്പിൾ മാത്രം ഒരു ഹദീസ് പറഞ്ഞേ ഉള്ളൂ. അതിനെപ്പറ്റി പറഞ്ഞാൽ എത്രയോ പറഞ്ഞാൽ തീരാത്തത്ര പറയേണ്ടി വരും. അതുകൊണ്ട് അസ്മാഉൽ ഹുസ്നയുടെ മഹത്വം അത് ഓതിയാൽ അല്ലാഹു തആല ഖുർആനിൽ തന്നെ അത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദുആ എടുക്കണമെന്ന് തന്നെ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് ഖുൽ ഉദ്ഉല്ലാഹ ബിദുർറഹ്മാന أياما تدعو فله الأسماء الحسنى ولا تجهر بصلاتك ولا تخافت بها وابتغ بين ذلك سبيلا. നിങ്ങൾ അതിനെ ഉറക്കിയും വെച്ചു ആക്കിയിട്ടൊന്നല്ല, നല്ല അതിൻ്റെ മിതമായ നിലക്ക്, അതിൻ്റെ മധ്യത്തിലാ നിലക്ക് നിങ്ങൾ സൈലന്റ് നല്ല നിലക്ക് അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ദുആ എടുക്കണം. യാ അല്ലാഹു യാ അല്ലാ യാ റഹ്മാൻ യാ അല്ലാ യാ റഹീം യാ അല്ലാ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദുആ ഇരുന്നാൽ അതിന് വലിയ ഇജാബത്ത് കിട്ടും. അള്ളാഹു ആ നിലക്ക് എല്ലാവർക്കും ചെല്ലാൻ അള്ളാഹു തആല മനസ്സ് കൊടുക്കുമാറാവട്ടെ. എല്ലാവരും അസ്മാഉൽ ഹുസ്ന പതിവാക്കുന്ന മുത്തഖീങ്ങൾ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം ഇസ്സത്തും ഖുവ്വത്തും അള്ളാഹു ഏറ്റേറ്റ് തരുമാറാവട്ടെ. ഇന്ന് എൻ്റെ കുടുംബത്തിൽ ഇന്നലെ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് കൊണ്ടെങ്കിൽ അള്ളാഹുവെ അവിടെയൊക്കെ ഖബറിന് സന്തോഷത്തിലാക്കണം റഹ്മാനെ. അവർ നമ്മളൊക്കെ ജന്നാത്തുൽ ഫിർദൗസ് വെച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. അങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണത്തൊട്ട് നമ്മളെ കാക്കണം അല്ലാ. നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ടു ആ അളിയർക്ക് അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ വലിയ മാളിക കൊടുക്കണം റഹ്മാനെ. അതുപോലെ എൻ്റെ ഉമ്മക്ക് രോഗിയായി കിടക്കണം, എൻ്റെ ഉമ്മാൻ്റെ രോഗം ശിഫിയാക്കണം അല്ലാ. അതുപോലെ ഇതിൽ കാണുന്ന ഒരുപാട് ആളുകൾ ദുആ എടുക്കാൻ വേണ്ടി പറഞ്ഞ പല ആളുകളുമുണ്ട്. അല്ലാഹുവിനൊക്കെ രോഗങ്ങൾ ശിഫിയാക്കണം റഹ്മാനെ. എന്നാൽ തന്നെ ഖത്തറിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനക്ക് വിളിച്ചുകൊണ്ട് ദുആ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ ആ ചെറുപ്പക്കാരൻ്റെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല, അല്ലാഹു നീ ഹാസിലാക്കി കൊടുക്കണം അല്ലാ. ഈ ദുആ നീ കബൂലാക്കണം അല്ലാഹു. അസ്മാഉൽ ഹുസ്ന പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഇൽമ പറഞ്ഞുകൊണ്ട് ദുആ എടുക്കുന്ന അല്ലാഹു നീ കബൂൽ ചെയ്യണം അല്ലാഹു. നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ നീ ഹാസിലാക്കി തരണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക തവ്വാബുർ റഹീം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.